മായി ആടുമാടുകൾ മേയും കാലം പല ദിവസം പാവാത്തന്നരികത്തു പാർക്കുന്നു രണ്ടു മക്കൾ പാലനാം യൗസേപ്പും തമ്പീബനിയാമയും സ്വപ്നക്കാരൻ പയ്യനെ ഭാവായിക്കെന്തൊരിഷ്ടം സ്വപ്നത്തിന്റെ ചരിതം നാട്ടിലും പാട്ടായി മാറി വൈശൂന്യമായി പത്തു മക്കൾ യൗസേപ്പിനോട് ആരാതെ എന്തു മൂലം ഭാവായി ഭേദം കണ്ടു പത്തു മക്കളും അങ്ങു ചിത്തേ നിനച്ചുറച്ചു പാരാതെ കൊൽക വേണം സ്വപ്നക്കാരൻ പയ്യനെ ആടുമേക്കുവാൻ പോകും നേരം നവരവനെ കൈകാലുകളും കെട്ടിപ്പൊട്ട കിണറ്റിലിട്ടു പിന്നെ മനസ്സലിഞ്ഞ് പൊക്കി പുറത്തെടുത്തു കൊല്ലാതെ കൊള്ളക്കാക്കു വിറ്റും വെച്ചങ്ങു പോയി അന്നവർ പൊത്തിപ്പറിന് വിട്ടല്ലോ പൊത്തിപ്പറിന് വീട്ടില് വേലക്കായമൻ നിന്നല്ലോ പൊത്തിപ്പറിന് ആരെയോ അവനെ മുഖമൊടുത്തിയേ പാപത്തെ വിട്ട് ഓടിയേ ആദിയോടൊന്ന് മാറിയേ കോപത്തോടവൻ കൂകിയേ യൗസേപ്പിനെ ദ്രോഹിച്ചേ കേട്ടുടനെ പാഞ്ഞെത്തി പൊത്തിപ്പറും പിന്നെ വൈകാതവനെ കാരാഗ്രഹയടച്ചു വൈകാത കൽത്തുറുങ്കിൽ ശിക്ഷിക്കപ്പെട്ടു വന്നു രാജാവിൻ പാനപാത്രവാഹക പാചകനും അന്നവർക്കുണ്ടായൊരു സ്വപ്നങ്ങളേറ്റം ചെമ്മി കൺമുന്നിൽ കൽത്തുറുമ്പ് തുറക്കുമ്പോൾ അവരെത്തുന്നേ വിറയ്ക്കും രാജന്റെ മുമ്പിലായി കുമ്പിൽ തങ്ങളിൽ വീഴുമ്പോൾ അമ്പപുരജൻ താങ്ങുന്നേ തന്നുള്ളിൽ വിങ്ങുന്ന സ്വപ്നമോതുന്നേ ഓതുമ്പോൾ ഒരു കാതല് മോദമോടവനോതുന്നേ വ്യാഖ്യാനങ്ങൾ എന്നായി എല്ലാവരും ഉള്ളം തെളിഞ്ഞവനെ രാജനധീപനാക്കി ഉള്ളൊരു കാലം കൊണ്ട നാട്ടിൽ എല്ലായിടത്തും എള്ളു തൊട്ടുള്ള ധാന്യം എല്ലാരും ശേഖരിച്ചു 7 വർഷം കഴിഞ്ഞു ക്ഷാമം ഇഴഞ്ഞു വന്നു ഈജിപ്തൊഴികെയുള്ള നാടും ദരിദ്രമായി ദേശക്കാർ ഈജിപ്തിലേക്ക് ഓടുന്നേ കൊച്ചുകൻ ബാവയ്ക്ക് കാവലയത് നിന്നിട്ട് യാക്കോബിന്റെ മക്കളും ഈജിപ്തിലേക്ക് ഓടുന്നേ സോദരങ്ങളെ കണ്ടപ്പോൾ യൗസേപ്പിൻ നെഞ്ചു കാളിയെ രൂപൻ പോലും യൗസേപ്പിനെ തെല്ലുമേറിഞ്ഞില്ലഹോ സോദരത്തൊരു ശോധന നൽകുവാൻ അവനാശിച്ചു മനക്കേടു സഹിച്ചു യൗസേപ്പിൻ മുമ്പിലെത്തി പൊട്ടി കരഞ്ഞുകൊണ്ടു സോദരരേറ്റു ചൊല്ലി ഞങ്ങൾ തൻ സോദരനെ കൊല ചെയ്തതിൽ പാപഭാരത്താലല്ലോ ഞങ്ങളിപ്പോൾ സഹിപ്പു പിന്നെ സ്വയം നിയന്ത്രിച്ചിടാൻ കഴിഞ്ഞിടാതെ തേങ്ങിക്കൊണ്ടു വിളിച്ചവരെ
അതിവിടെയുള്ള എന്തെങ്കിലും പാട്ടിടാം. അതെങ്ങനെ ശരിയാവും? മണ്ണിന് മീതിയുള്ള എല്ലാ പാട്ടും ഡാൻസും ഈ ജഗന്നാഥന് സമമാണ്. കളിക്കാനായാൽ പാടില്ലല്ലോ, ഉള്ളത് പോലെ കളിക്കാം. എന്നാ പിന്നെ കരോങ്ങാനം വെച്ച് തോന്നാം. ഓക്കേ. തക്കിട തരികിട പാട്ടം സാധാരണക്കാർക്ക് പാടാനും ഡയൽ ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. എന്റെ ചങ്കാളന്റെ യേശു ചങ്കിലെ ചോര തന്നു എന്നെ സ്നേഹിച്ചവനേശു തീയണയ്ക്കാം എന്റെ നെഞ്ചിലെ തീയണയ്ക്കാം നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുക്കന്റെ യേശു ചങ്കാളൻ എന്റെ ചങ്കാളന്റെ യേശു ചങ്കിലെ ചോര തന്നു എന്നെ സ്നേഹിച്ചവനേശു എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെന്റെ യേശു ചങ്കാളൻ എന്റെ ചങ്കാളൻ ചങ്കാളൻ എന്റെ ചങ്കാളൻ യേശു ചങ്കാളൻ എന്റെ ചങ്കാളൻ ചങ്കാളൻ എന്റെ ചങ്കാളൻ യേശു. എന്നതാണീ പറയാമേ ഇത്? ഇത്രയും നല്ല പ്രോഗ്രാമായിട്ട് ഇങ്ങനെയാണോ കളിക്കുന്നത്? ഞങ്ങള് മൈക്കിൾ ജാക്സൺ സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറ്റിയ പാട്ടുകൾ ഇതുണ്ടെങ്കിൽ നന്നായിട്ട് കളിക്കുവാണെങ്കിൽ ഇത്രയും കുഞ്ഞിക്കാലിട്ടടിക്കുന്ന ഈശോയുടെ ഇപ്പൊ കളിക്കുവാണെങ്കിൽ പണ്ട് എന്നതായിരുന്നു കളി എന്ന് ആലോചിച്ച് നോക്കി.
thank you so much, and that's a real inspiration for everyone coming on stage in the coming.
സഹൃദയരെ, സെയിന്റ് അൽഫോൻസ സീറോ മലബാർ കത്തോലിക്ക കത്തീഡ്രലിലെ സെയിന്റ് ജെറോം ഫാമിലി യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വ്യത്യസ്തമാർന്ന നാടകം കുടുംബ യൂണിറ്റ് യോഗം. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും തികച്ചും യാദൃച്ഛികമാണ്. ഇവയ്ക്ക് ഏതെങ്കിലും വ്യക്തികളുമായോ സന്ദർഭങ്ങളുമായോ സദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമാണ്. ഈ നാടകം മൂലമുണ്ടാകുന്ന ഏതെങ്കിലും അതിക്രമങ്ങൾക്കോ അനിഷ്ട സംഭവങ്ങൾക്കോ ഞങ്ങൾ ബാധ്യസ്ഥരല്ല. അടുത്ത ബെല്ലോട് കൂടെ നാടകം ഇവിടെ ആരംഭിക്കുന്നു. ഇങ്ങോട്ട് വന്നേ. എന്താ മനുഷ്യ ഇങ്ങനെ രാവിലെ ഒത്തിരി ഒച്ച വെക്കുന്നേ? അതെ, പൂമുഖത്തോട്ട് ഒരു ബ്ലാക്ക് ടീ കൊണ്ടതേ. നിങ്ങൾ മൊബൈൽ സ്ക്രോൾ ചെയ്ത് ചായ കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഇന്ന് ഏതാ ദിവസം വല്ല ഓർമ്മയുണ്ടോ? ഇതെന്ത് ചോദ്യമാ പിന്നെ? നിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ ഇങ്ങനെ മറക്കുവോ? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അതും അറിയില്ലേ? എന്റെ മനുഷ്യ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസമാ. ഇനി വല്ല പിരിവ് വല്ലതും ആണോ ഉദ്ദേശം? അതൊന്നുമല്ല, ഇന്ന് ഫാമിലി യൂണിറ്റ് മീറ്റിംഗ് നമ്മുടെ വീട്ടിൽ വെച്ച. ഓ, ഈ അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഒരു അവധി ദിവസം കിട്ടിയത് ഇങ്ങനെ ആയിപ്പോയല്ലോ. ദൈവദൂഷണം പറയാതെ മനുഷ്യ, നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല. നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. ആ, എന്തെങ്കിലും ആകട്ടെ. ആ കുരുത്തക്കെട്ട സന്തതിയൊന്നും ഇതുവരെ എണീറ്റില്ലേ? മിക്കവാറും ഫാമിലി യൂണിറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് അച്ഛനും യൂണിറ്റിലെ ആൾക്കാർ എല്ലാരും പോയാലും അവരെയിലേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ രാത്രി 2 മണി 3 മണി വരെ മൊബൈലിൽ തോണ്ടിയിരിക്കണ്ടേ? സമയം 12 മണി ആയതേ ഉള്ളല്ലോ. സാർ, ഇന്ന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ ഇന്ന് തലയും ചോർന്നൊഴിക്കാതെ ബാക്കിയുള്ളവരെ കൂടെ പോയി എണീപ്പിക്കും. എന്നിട്ട് വേഗം പോയി മുറിയൊക്കെ വൃത്തിയാക്കിയിടും. എന്നിട്ട് മുറികളിലിട്ടിരിക്കുന്ന ചെയർസ് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ലിവിംഗ് റൂമിൽ കൊണ്ടുവന്നിടും. അതെ, നമ്മുടെ ബൈബിൾ എവിടെ വെച്ചേക്കുന്നത്? അത് ഉപയോഗിച്ചിട്ട് കുറെ ആയി, തപ്പിയെടുക്കണം. എല്ലാരോടും ആയിട്ട് പറയുക, വേഗം ബൈബിള് കണ്ടുപിടിച്ചു. അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിൾ ഇല്ലെന്ന് പറഞ്ഞാൽ നാണക്കേട്. എടാ, നീ അപ്പുറത്തെ മിനിയുടെ വീട്ടിൽ പോയിട്ട് ബൈബിള് വാങ്ങിക്കൊണ്ട് വന്നേ. കഴിഞ്ഞ ആഴ്ച ശോശാമ്മയുടെ കാറ് നമ്മുടെ ഡ്രൈവേയിലേക്ക് കയറ്റിയിട്ടെന്ന് പറഞ്ഞ് ഞാൻ വഴക്കിട്ടില്ലേ? അന്ന് പുറത്ത് പറയാൻ കൊള്ളാത്തതൊക്കെ അവരെ ഞാൻ വിളിച്ചത്. മാത്രമല്ല, അവർക്ക് കുറച്ച് പത്രാസം കൂടുതല. നീ വേഗം പോയിട്ട് മിനിയുടെ അടുത്ത് നിന്ന് വാങ്ങിയാ മതി. എവിടെ വരെയായി കാര്യങ്ങളൊക്കെ? ആ, ആയി വരുന്ന മിനി. എന്നാ നടക്കട്ടെ, ഞാൻ മീറ്റിങ്ങിന്റെ നേരമാകുമ്പോഴേക്കും എത്തിയേക്കാം. ആരാണ്ട് കഥകൾ മുട്ടുന്നു, നീ ഒന്ന് പോയി നോക്കിക്കേ. അതെ, അച്ഛൻ എത്തിയെന്നാ തോന്നുന്നു കേട്ടോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, അങ്ങോട്ടങ്ങ് ഇരിക്കച്ചാ. ആ, എല്ലാരും കേറി വാ. അച്ഛൻ എത്തിയോ? യെസ് യെസ്, അച്ഛൻ കൃത്യസമയത്തിന് എത്തി. എല്ലാരും ഇരിക്കൂ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തുട്ടാ സെബാസ്റ്റ്യൻ
വിൻസെന്റ്, സെന്റ് ജെറോമിനുള്ള മറ്റു ആൾക്കാർ ആരെയും പള്ളിയിൽ കാണാനില്ലല്ലോ. എന്തുട്ടത്? ഒന്നും പറയണ്ട എന്റെ അച്ഛ. ആകെ ജോലിയിലായി കിട്ടുന്ന ഒരൊറ്റ ദിവസമാണ് ഞായറാഴ്ച. അന്ന് രാവിലെ പള്ളിയിൽ പോയാൽ ആ ദിവസം മൊത്തം പോക്കാം. ഞായറാഴ്ച കടമുള്ള ദിവസമാണെന്ന് നിനക്ക് അറിയില്ലേ? അച്ഛാ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്തെ സ്ട്രീറ്റിൽ താമസിക്കുന്ന ഗ്രേസി ഞങ്ങളുടെ അടുത്ത് നിന്ന് $500 കടം വാങ്ങിയിട്ട് ഇതുവരെ അവൾ തിരിച്ചു തന്നിട്ടില്ല. എന്നും അവിടെ പോയി കാശ് തിരിച്ചു തരുന്നതിനെ പറ്റി ഓർമ്മിപ്പിക്കാൻ എനിക്ക് വയ്യ അച്ഛാ. എന്റെ അമ്മോ, ആ കടല്ല ഞാൻ പറഞ്ഞേ. ഞായറാഴ്ച നന്നായി ഒരുങ്ങി കുർബാന കാണുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛനാ പറഞ്ഞത് നേരെ. ഈ ഇടവകയിൽ ഏറ്റവും നന്നായി ഒരുങ്ങി വരുന്നത് ഞാനാ. എന്റെ പിള്ളേരെ നിങ്ങളെ പള്ളിയിൽ കണ്ടിട്ട് കുറെ നാളായല്ലോ. I don't remember when I last came to church. Wait, I know. It was the day they served butter chicken. എന്റെ പിതാവേ, ഇവരുടെ അറിവില്ലായ്മ നീ പൊറുക്കണേ. നിന്റെ കാര്യം എന്താ ഐഡി? It's not because I'm not interested, Acha. I have lots of after-school program like swimming class, tutoring, keyboard class, and after that I have dance class. I'm too tired. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിനിടയിൽ ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളി കുർബാനയും മാത്രമാണെന്ന് അർത്ഥം. അപ്പൊ നീയോ? അച്ഛാ, ഞാൻ പള്ളി വരാറുണ്ട്. അച്ഛൻ കാണാത്തത്. വരുന്നുണ്ട്. അങ്ങനെയാണേ അടുത്ത ആഴ്ച മുതൽ പള്ളിയില് നിന്നെ ഫ്രണ്ടി കാണണം. മക്കളെ, ഈ കുർബാനയും സൺഡേ കാറ്റീസും ഫ്രൈഡേ ഫെയറും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. ഞാൻ പറഞ്ഞിട്ട് ഒരനുസരണയില്ല. അതിന് നിങ്ങൾ എല്ലാ ഞായറാഴ്ച വരാറുണ്ടാ? ഇല്ലച്ചാ, സൗകര്യം ഒത്തു വരുമ്പോഴൊക്കെ വരാറുണ്ട്. ഒക്കെ പോട്ടെ, നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനകളുണ്ടാ? നിന്റെയൊക്കെ വീട്ടിലുണ്ടാ? അങ്ങനെയല്ല അച്ഛാ, ജോലി കഴിഞ്ഞു വന്ന് ഒന്നിനും സമയം കിട്ടാറില്ല. എവിടെയും വന്ന് 10 കാശിനാക്കാൻ ചക്രയാസം വിളിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു കുർബാനയും കുടുംബ പ്രാർത്ഥനയും. അച്ഛൻ ഇതൊന്നും വേണ്ടെന്നല്ല, ഞങ്ങളെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ടാണ്. ഇതിന്റെ ഇടയിൽ ഫുഡ് അടിക്കാൻ നിനക്ക് സമയം കിട്ടാറുണ്ടല്ലോ. ഭക്ഷണം മുടങ്ങിയാലും കുളി മുടങ്ങിയാലും ഞങ്ങളുടെ വർക്കും പിള്ളേരുടെ എക്സ്ട്രാ ക്ലാസ്സുകളും മുടങ്ങാൻ പാടില്ല. എന്റെ ദൈവമേ, ഇതിലും നല്ലത് നുനാവട്ടായിരുന്നു. എന്നാൽ ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ, നീ ആ ബൈബിൾ എടുത്ത് വിശുദ്ധ പൗലോസ് എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ ഒന്ന് വായിച്ചേ. പൗലോസ് ലീഗ കൊള്ളാലോ. അങ്ങനെ എയർഫോഴ്സുകാർക്കും ലേഖനമൊക്കെ എഴുതിയോ? എന്റെ പിതാവേ, ഇവരോട് ക്ഷമിക്കണേ. എന്റെ ഈശോയെ, കഷ്ടപ്പെടണ്ട. ഞാൻ തന്നെ പറയാം. മക്കളെ, ഇപ്പോൾ നമുക്ക് കൈത്താക്കാലമാണല്ലോ. കൈത്താക്കാലമോ? ഇതിപ്പോ ഇവിടെ വേനൽക്കാലമല്ലേ അച്ഛാ? ഒന്നും മിണ്ടാതിരി മനുഷ്യ. മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ കാര്യമൊന്നുമില്ലാട്ടാ. പള്ളി വരാണ്ട് ടിവിയും കണ്ടിരുന്ന ഇതൊക്കെ എങ്ങനെ അറിയും? കൈത്തകാലം എന്ന് പറഞ്ഞാൽ വിളവെടുപ്പിന്റെ കാലമാണ്. നമ്മളിൽ നിന്ന് ദൈവം ഫലം ആവശ്യപ്പെടുന്ന കാലം. എന്നാൽ നമ്മളോ ഇന്ന് ലോകത്തിന്റെ ഫലങ്ങളുടെ പുറകെയാണ്. ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെയും കുർബാനയും സംബന്ധിക്കണം. കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്. എന്റെ അച്ഛോ, ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ? ഇതൊക്കെ നമുക്ക് പറ്റണം. ദൈവത്തിനായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം. മക്കളെ കുർബാനയ്ക്ക് കൊണ്ടല്ലോ, പള്ളിയിൽ കേന്ദ്രത്തിന് കൊണ്ടല്ലോ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇനി പള്ളിയിൽ കാണണം. ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയച്ചാ, ഞങ്ങളത് ശരിക്കും മനസ്സിലാക്കുന്നു. ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം. ഞായറാഴ്ച കുർബാന ഞങ്ങൾ മുടക്കത്തേയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കുടുംബത്തിനും ഫാമിലി യൂണിറ്റിനും രക്ഷ കൈവന്നിരിക്കുന്നു. പിതാവേ, പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ,
സൃഷ്ടിച്ച ദൈവമേ സുന്ദരിവരിൽ പ്രീതനാകേണമേ ആദിരഖിലവും സൃഷ്ടിച്ച ദൈവമേ സുന്ദരിവരിൽ പ്രീതനാകേണമേ ലാ 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 ആവശ്യമുള്ളതും അർഹതയുള്ളതും അവിടുന്ന് എനിക്കേകുമെന്നുമെന്നും ആവശ്യമുള്ളതും അർഹതയുള്ളതും അവിടുന്ന് എനിക്കേകുമെന്നുമെന്നും ആകാശപ്പറവകൾ ആധാരമാകുന്നു അതിലുമെനിക്കേകുമെന്നുമെന്നും ആകാശപറവകൾക്ക് ആഹാരമേകുന്നു അതിലുമെനിക്കേകുമെന്നുമെന്നും നീ എൻ തമ്പുരാൻ, നീ കാരുണ്യവാൻ, നീ സർവീശ്വരൻ, നീയാണെന്റെ ദൈവം. തിരുനാമം പൂജിതമാകണമേ അവരാജ്യം ഭൂമിയിലാകണമേ ആദിയഖിലവും സൃഷ്ടിച്ച ദൈവമേ സുന്ദരിവരിൽ പ്രീതനാകേണമേ ആദിയഖിലവും സൃഷ്ടിച്ച ദൈവമേ സുന്ദരിവരിൽ പ്രീതനാകേണമേ പാപികളാം ഞങ്ങൾ ഏവർക്കും ഒരുപോൽ പാപികളെ താതായെന്നുമെന്നും മാപ്പേകിടാം ഞങ്ങൾ ദേവർക്കും ഒരുപോലെ മാപ്പേകളെ താതാ എന്നുമെന്നും തിന്മയിൽ വീഴുവാൻ ഇടവരായവരുടെ ജന്മം നീ സ്തുതിഗാനമാക്കണമേ. ഉമ്മയിൽ വീഴുവാൻ ഇടവരാതിവരുടെ ജന്മം സ്തുതിഗാനമാക്കണമേ. നീയേ എൻ തമ്പുരാൻ, നീയേ കാരുണ്യവാൻ. നരകുലമെന്നൊരുമയോടെ ഒരു സ്വരമായി പാടിയിടും, നരകുലമെന്നൊരുമയോടെ ഒരു സ്വരമായി പാടിയിടും. നീയേ സർവേശ്വരൻ, നീയാണെന്റെ ദൈവം. പിതാവേ, പിതാവേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, പിതാവേ തിരുനാമം പൂജിതമെന്നും പിതാവേ തവ രാജ്യം പാലനമെന്നും പിതാവേ തിരുവിഷ്ണു സ്വർഗ്ഗത്തിലേക്കും ഭൂമിയിലുമാകട്ടെ എന്നുമെന്നും. തിരുനാമം പൂജിതമാകണമേ അവരാജ്യം ഭൂമിയിലാകണമേ ആദിയഖിലവും സൃഷ്ടിച്ച ദൈവമേ സുന്ദരിവരിൽ പ്രീതനാകണമേ ആദിയഖിലവും സൃഷ്ടിച്ച ദൈവമേ സുന്ദരിവരിൽ പ്രീതനാകണമേ ലാ 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 കല്യാണത്തിനൊരുത്സവമേളം സ്നേഹവിരുമാകെയൊരുങ്ങി സൗഹൃദമേളം കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം സ്നേഹവിരുമാകെയൊരുങ്ങി സൗഹൃദമേളം ആഹ്ലാദം നിറയുന്നു അഭിവാദനമുയരുന്നു നവമംഗളമാല്യവുമായി അനുമോദനമേകുന്നു മധുമയ ഗീതികൾ ഒഴുകി വരുന്നു ആഘോഷപ്പുത്തിരിയായി കാനായിൽ കല്യാണത്തിനൊരുത്സവമേളം
സ്നേഹവിരുന്നാകെയൊരുങ്ങി സൗഹൃദമേളം. ഈ ഗലീലിയാദേശത്ത് ഇന്ന് വരെ ആരും കാണാത്തൊരു കല്യാണമാണ് ഈ കാനായിൽ നടക്കുന്നത്. സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഈ കല്യാണം ഗലീലിയായുടെ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ കുറിക്കപ്പെടും. ശാലോം സഹോദരന്മാരെ, ശാലോം. ശാലോം ജഗന്നാഥ, ശാലോം. ശാലോം ശാലോം, വരൂ വരൂ. ഇതാരാണ്? ജെസിയാക്ക് മനസ്സിലായില്ലേ? ഇത് മേരിയുടെ മകൻ യേശുവാണ്. യേശുവോ? യേശുവേ, ഇവരൊക്കെ എന്റെ ശിഷ്യന്മാരാണ്. എല്ലാവർക്കും ശാലോം. യേശുവേ, നിന്റെ അമ്മ നേരത്തെ ഇവിടെ എത്തിയത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി. കാരണം ഈ കല്യാണ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മേരി നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. യേശുവും ശിഷ്യരും അകത്തേക്ക് ചെല്ലും. വരൂ. ഈ കല്യാണ വീട്ടില് വലിയ ഒരു കുറവ് സംഭവിച്ചതായി ഈ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എത്രയും വേഗം എന്റെ മോൻ ആ കുറവ് പരിഹരിക്കണം. ഇല്ലെങ്കിൽ ഈ വീട്ടുകാർ വിരുന്നുകാരുടെ മുന്നിൽ അപമാനിതരാകും. ഈ വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന കുറവ് എന്താണ്? ഇവിടെ വീണ് തീർന്നിരിക്കുന്നു. എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. ഒന്ന് വേഗം അവിടേക്ക് വരാമോ? എന്താ? ഗൃഹനാഥ ജെസിയ ഭയങ്കര കരച്ചിലാണ്. ഹാവാനും മാവാനും ഒന്നും മിണ്ടാതെ വിഷമിച്ചവർ ഇരിപ്പുണ്ട്. നേരെ അവരോട് സംസാരിക്കണം. ഈ കല്യാണ വീട്ടില് പെട്ടെന്ന് വീണ്ടും തീർന്നു പോയതാണ് ഇതിനൊക്കെ കാരണം. ആരും വിഷമിക്കണ്ട. എല്ലാത്തിനും പരിഹാരമായവൻ ഈ കല്യാണ വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന വലിയ കുറവിന് പരിഹാരം കാണാൻ പോകുന്നു. നീ എന്തൊക്കെയാ മേരി പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം സാവധാനം മനസ്സിലാവും. അതിനു മുമ്പ് ഇവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുന്നു. ആ കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുക. യോനാസേ, തോബിയാസേ, സീലാസേ, ശുദ്ധീകരണത്തിനായി വെള്ളം നിറയ്ക്കാറുള്ള കൽഭരണികളെല്ലാം വേഗം നിറയ്ക്ക്, വേഗം.
എന്താ ഇവിടെ സംഭവിച്ചത്? ഹാമാൻ, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പും. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചല്ലേ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവെന്നോ? അതെ, ഈ കുടത്തിൽ വീഞ്ഞ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അതിനുത്തരം ഈ പരിചാരകൻ പറയാം. ഇവിടെ വീഞ്ഞ് തീർന്നു പോയ കാര്യം ഈ മേരി തന്റെ മകൻ യേശുവിനെ അറിയിക്കുകയും അവൻ പറഞ്ഞതിന് പ്രകാരം ഞങ്ങൾ ഈ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുകയും ചെയ്തു. ഇതെന്തിനു വേണ്ടിയാണെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കൽഭരണികളിലെ വെള്ളം വീഞ്ഞായി മാറുന്ന കാഴ്ച കണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കവേ ഇവൻ പറഞ്ഞു, അത് മകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലാൻ. നിന്റെ പുത്രൻ യേശു ഒരു വലിയ അപമാനത്തിൽ നിന്നാണ് ഈ കുടുംബത്തെ രക്ഷിച്ചത്. ഈ നിമിഷം മുതൽ നിന്റെ പുത്രന്റെ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. പരിശുദ്ധ അമ്മയുടെ അനുകമ്പ. പരിശുദ്ധ അമ്മ ആവശ്യങ്ങൾ അറിഞ്ഞ് തൻ്റെ പുത്രനായ ക്രിസ്തു വഴി മനുഷ്യരിലേക്ക് അനവധിയായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ചൊരിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാനായിലെ കല്യാണം. മറിയത്തിന്റെ വാക്കുകൾ അനുസരിച്ച് പുത്രനായ ക്രിസ്തു കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ ആദ്യ അത്ഭുതം യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം കുറിക്കലായിരുന്നു. അതിശയിപ്പിക്കുന്ന വഴികളിലൂടെ യേശു അമ്മയുടെ വാക്കുകൾ കേട്ട് നമ്മെ തീർച്ചയായും നയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അമ്മയുടെ കരം മുറുകെ പിടിക്കുക. ഉറപ്പാണ് ജീവിത വിജയം. മഹിമ കാട്ടി യേശുനാഥൻ, മഹിമ കാട്ടി യേശുനാഥൻ. People who trained them and their parents. A big round of applause to them as well. Thank you. And നമ്മൾ നാട്ടിലൊക്കെ ഒരു പെരുന്നാളൊക്കെ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും സ്റ്റേജിൽ ഇവന്റ്സ് ഉണ്ടായിരിക്കുക? നാടകം, പാട്ട്, ഡാൻസ്. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു.
wonderful performance. You guys set fire on the stage. Thank you so much. And when the kids are on stage, I should also give applause to the people who trained them and their parents. A big round of applause to them as well. Thank you. വെള്ളിക്കുരിശും മുത്തുകൂടച്ചാട്ടും പരിവാരക്കാർ